ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ്, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ്. ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം വലിയ ചാപ്റ്ററാണ്, നിങ്ങൾക്കറിയാം. ഈ ഒരു ചാപ്റ്റർ നമുക്ക് ആക്ച്വലി 3 ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ റേഷ്യോസ് ഒക്കെ വരുന്നത് A1/A2 = B1/B2 C1/C2 ഇങ്ങനത്തെ റേഷ്യോസ് വരുന്നത്. ആൻഡ് അതേപോലെ അങ്ങനെ റേഷ്യോസ് വരികയാണെങ്കിൽ ലൈൻസ് പാരലൽ ആണോ, കോയിൻസൈഡ് ചെയ്യോ, അതോ ഇൻ്റർസെക്റ്റ് ചെയ്യോ, ആൻഡ് എപ്പോഴാണ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആണ്, എപ്പോഴാണ് നമ്മൾ കൺസിസ്റ്റൻ്റ് അല്ലാത്തത്, അതേപോലെ എപ്പോഴാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് പെയർ എന്ന് വിളിക്കുക, എപ്പോഴാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് പെയർ അല്ല എന്ന് പറയുക. ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് എപ്പോഴാണ്, ഒരു സൊല്യൂഷൻ എപ്പോഴാണ്, യുണീക്ക് സൊല്യൂഷൻ എന്താണ്, അതേപോലെ സൊല്യൂഷൻസ് ഇല്ലാത്ത കേസ് എപ്പോഴാണ്, ലൈൻസ് എപ്പോഴാണ് പാരലാവുക, ലൈൻസ് എപ്പോഴാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുക, അതേപോലെ ലൈൻസ് എപ്പോഴാണ് കോയിൻസൈഡ് ചെയ്യുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പല പേജസിലായിട്ട്, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു 5-8 പേജസിലായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരു സെഷൻ, ഈ ഒരു സെഷൻ ഒരു പാർട്ട്. രണ്ടാമത്തെ പാർട്ട് ഗ്രാഫിക്കൽ സൊല്യൂഷൻ, ഗ്രാഫ് സൊല്യൂഷൻ, ഗ്രാഫ് വരച്ചിട്ട് എന്ത് കണ്ടുപിടിക്കുക, സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഒരു പോർഷൻ. അത് കുഞ്ഞു പോർഷനാണ്, നമുക്ക് ഗ്രാഫ് വരയ്ക്കുക, സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അത് മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ. മൂന്നാമത്തത് ഇക്വേഷൻ സോൾവിങ്. സോ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഇങ്ങനെ 3 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇതിൽ ഇക്വേഷൻ സോൾവിങ്ങും നമുക്ക് വലിയ അത്രത്തോളം ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉണ്ട്, എലിമിനേഷൻ മെത്തേഡ് ഉണ്ട്. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. പക്ഷേ ഈ ഫസ്റ്റ് വണ്ണാണ് നമുക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്, അല്ലേ? ഒരുപാട് ടേബിൾസ് ഉണ്ട്, ടേബിൾസ് പഠിക്കണം. A1/A2 B1/B2 അങ്ങനത്തെ റേഷ്യോസ് എപ്പോഴാണ് ഈക്വൽ ആവുന്നത്, എപ്പോഴാണ് ഈക്വൽ അല്ലാത്തത്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. ഡിപ്പെൻഡൻറ്റ് പെയർ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഈ ഒരു ഫസ്റ്റ് ടോപ്പിക്കിൽ, അല്ലേ? പക്ഷേ ഇതെല്ലാം തന്നെ ഒരൊറ്റ പേജിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടെ. ഒരൊറ്റ പേജിൽ സിമ്പിളാണ്, നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കുക മക്കളെ. ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ എന്ന് വിചാരിക്കാം. 2 വേരിയബിൾ വരുന്ന, 2 വേരിയബിൾ വരുന്ന ഒറ്റ ഇക്വേഷനേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അതായത് ഏത്, A1x + B1y + C1 = 0. ഇങ്ങനെ ഒരു ഒറ്റ ഇക്വേഷനേ ഉള്ളൂ എങ്കിൽ മക്കളെ, ഒറ്റ ഇക്വേഷനേ ഉള്ളൂ എങ്കിൽ അതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, ഒറ്റ ഇക്വേഷനേ ഉള്ളെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും. പക്ഷേ നമ്മളെ ചാപ്റ്ററിൻ്റെ പേര് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്നാണ്. അതായത് 2 ഇക്വേഷൻസ് ഉള്ള ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. ഇങ്ങനത്തെ 2 ഇക്വേഷൻസ് വരുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്ന ഈ ഒരു ചാപ്റ്റർ. നമ്മൾ ഒറ്റ ഇക്വേഷൻസ് പഠിച്ചത് കഴിഞ്ഞ കൊല്ലം 9th നമ്മൾ ഒറ്റ ഇക്വേഷൻ മാത്രമേ ഡീൽ ചെയ്തുള്ളൂ. പക്ഷേ ഈ കൊല്ലം 10th നമ്മൾ ഇങ്ങനത്തെ 2 ഇക്വേഷൻസ് ഒരുമിച്ച് വന്നാൽ അതിൻ്റെ കേസസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2 ഇക്വേഷൻസ് വരുമ്പോൾ സൊല്യൂഷൻസ് എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ഇക്വേഷൻ A1x + B1y + C1 = 0. മറ്റേ ഇക്വേഷൻ A2x + B2y + C2 = 0. ഇങ്ങനെ 2 ഇക്വേഷൻസ് വരികയാണെങ്കിൽ ഇവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. മേ ബി ഇതിന് രണ്ടിനും കൂടെ കോമൺ ആയിട്ടുള്ളതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇതിനും അപ്ലൈ ചെയ്യാൻ പറ്റണം, ഇതിനും അപ്ലൈ ചെയ്യാൻ പറ്റണം. അങ്ങനത് മേ ബി ഒരു സൊല്യൂഷൻ ആയിരിക്കാം, മേ ബി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് വരാം, മേ ബി സൊല്യൂഷൻസേ ഇല്ലാണ്ടിരിക്കാം. അങ്ങനെ ഏത് കേസ് വേണേ വരാം. സോ ജനറലി നമുക്ക് പറയാം, സൊല്യൂഷൻ്റെ ബേസിൽ നമ്പർ ഓഫ് സൊല്യൂഷൻസിൻ്റെ ബേസിൽ ഇതിനെ നമുക്ക് സൊല്യൂഷൻ്റെ ബേസിൽ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെ? ഒന്ന് സൊല്യൂഷൻ ഉണ്ട്, മറ്റേതോ സൊല്യൂഷൻ ഇല്ല. സൊല്യൂഷൻ ഉള്ള കേസും സൊല്യൂഷൻ ഇല്ലാത്ത കേസും. സൊല്യൂഷൻ ഇല്ല. ഓക്കെ, സൊല്യൂഷൻ ഉണ്ട്, സൊല്യൂഷൻ ഇല്ല. ഓക്കെ, ഏറോ മാർക്ക് ശരിയായില്ല ഗൈസ്. ഓക്കെ മക്കളെ, സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും കൺസിസ്റ്റൻറ്റ്. സൊല്യൂഷൻ ഇല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും ഇൻകൺസിസ്റ്റൻറ്റ്. അത് പഠിച്ചല്ലോ. ഓക്കെ, ഇനി സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിൽ 2 കേസ് വീണ്ടും വരും. സൊല്യൂഷൻ ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ, എത്ര സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അല്ലേ? അതിൽ എത്ര കേസ് വരും? 2 കേസ് വരും. 2 കേസ് ഏതൊക്കെയാണ് വരിക? ഒന്ന് 1 സൊല്യൂഷൻ മാത്രമുള്ള കേസ്, ഒരു സൊല്യൂഷൻ മാത്രമുള്ള കേസ്. അതിനെ നമ്മൾ വിളിക്കും യുണീക്ക് സൊല്യൂഷൻ എന്ന്. അതിനെയാണ് നമ്മൾ യുണീക്ക് സൊല്യൂഷൻ എന്ന് വിളിക്കുക. ഒറ്റ സൊല്യൂഷൻ മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും യുണീക്ക് സൊല്യൂഷൻ. ഇനി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉള്ള കേസ് ഉണ്ട്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ, അതായത് എണ്ണിയാൽ തീരാത്ത എത്രയും സൊല്യൂഷൻസ്, ഇഷ്ടംപോലെ സൊല്യൂഷൻസ് ഉണ്ടാവും. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്പെൻഡൻറ്റ് പെയർ. അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും ഡിപ്പെൻഡൻറ്റ് പെയർ എന്ന്. എന്നാൽ സൊല്യൂഷൻ ഇല്ലെങ്കിൽ നമുക്കറിയാം അത് ഇൻകൺസിസ്റ്റൻ്റ് ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്തറിയാം? ഇനി നമുക്ക് ഇതിൻ്റെ ലൈൻസ് എങ്ങനെയാണ് വരിക നോക്കാം. സിമ്പിളാണ്. നമുക്കറിയാം
ഒരു ലീനിയർ ഇക്വേഷന് നമുക്ക് ഒരു ലൈനാണ് വരയ്ക്കാൻ പറ്റുക. ഗ്രാഫ് എന്താ? ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫ് എന്താ? നോക്കടാ, ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫ് എന്താ? ഒരു ലൈനാണ് അല്ലേ? ചരിഞ്ഞിട്ട് വരാം കേട്ടോ, ഇങ്ങനെ പാരലായിട്ട് വരണമെന്നൊന്നുമില്ല, ഇങ്ങനെ വരാം, എങ്ങനെ വേണേൽ വരാം. അടുത്ത ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫും എങ്ങനെ വേണേൽ വരാം, ചരിഞ്ഞിട്ടോ കുത്തിനോ, പക്ഷെ എന്തായിരിക്കും? ലൈൻ ആയിരിക്കും. രണ്ട് ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫ് എന്തായിരിക്കും? രണ്ടും ലൈൻസ് ആയിരിക്കും. ഓക്കെ മക്കളെ, ഒരു സൊല്യൂഷൻ ആണെന്ന് വെച്ചാൽ മക്കളെ ശ്രദ്ധിക്കുക, ഒരു സൊല്യൂഷനാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരുന്ന അറിയോ? നമ്മൾ ശ്രദ്ധിച്ചോ, ഒരു സൊല്യൂഷനേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരുന്ന അറിയോ? ഞാൻ ബ്ലാക്കിൽ വരയ്ക്കാം. രണ്ട് ലൈൻസ്, ഇപ്പോൾ ഒരു ലൈൻ ഇങ്ങനെയാണ് പോകുന്നത് വെച്ചാൽ ഒരു ലൈൻ ഇങ്ങനെ പോകും, ഇൻ്റർസെക്റ്റ് ചെയ്യും. ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യും. ലൈൻസ് എന്ത് ചെയ്യും മക്കളെ? ഇൻ്റർസെക്റ്റ് ചെയ്യും. ഇങ്ങനെ കട്ട് ചെയ്ത് പോകും, ഒരു പോയിന്റിൽ കട്ട് ചെയ്ത് പോകും, ഒറ്റ സൊല്യൂഷൻ ആണെങ്കിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ റേഷ്യോ എന്താ വരിക? എന്ന് വെച്ചാൽ അവിടെ A1 ബൈ, ശ്രദ്ധിക്കുക, A1/A2 നോട്ട് ഈക്വൽ ടു B1/B2 ആയിരിക്കും. അതായത് ഇവിടെയുള്ള എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് നോട്ട് ഈക്വൽ ടു ഇവിടെയുള്ള വൈൻ്റെ കോഎഫിഷ്യൻറ്റ് ഡിവൈഡ് ബൈ ഇവിടെയുള്ള വൈൻ്റെ കോഎഫിഷ്യൻറ്റ് ആയിരിക്കും. A1/A2 നോട്ട് ഈക്വൽ ടു B1/B2 ആയിരിക്കും. ഇനി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണെങ്കിലോ? മക്കൾ ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണെങ്കിൽ ലൈൻ എങ്ങനെ വരുന്ന അറിയോ? നോക്കിക്കോ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? രണ്ട് ലൈനിനും കൂടെ കോമൺ ആയിട്ടുള്ള പോയിന്റ്സ്, ആണ് സൊല്യൂഷൻസ്. ഇവിടെ നിങ്ങൾ നോക്ക്, ഒരു ലൈൻ രണ്ട് ലൈനും കൂടെ കോമൺ ആയിട്ട് ഏത് പോയിന്റ് ഉള്ളത്? ഒരൊറ്റ പോയിന്റേ ഉള്ളൂ അല്ലെ? ഒറ്റ പോയിന്റ് കോമൺ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവണമെങ്കിൽ രണ്ട് ലൈനും കൂടെ കോമൺ ആയിട്ട് എത്ര പോയിന്റ്സ് ഉണ്ടാവണം? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ടാവുക രണ്ട് ലൈനും കൂടെ കോമൺ ആയിട്ട്. അതിന് ഒരു ലൈൻ ഇങ്ങനെ വരണം, മറ്റേ ലൈൻ അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഇങ്ങനെ വരണം, മറ്റേ ലൈന് അതിൻ്റെ മേലെ കൂടെ തന്നെ വരയ്ക്കാൻ പറ്റണം. അതായത് ഒരു ലൈൻ്റെ മേലെ തന്നെ മറ്റേ ലൈൻ വരിക. അതിന് നമ്മൾ പറയുന്ന പേരെന്താ ഇംഗ്ലീഷിൽ? കോയിൻസൈഡ് ചെയ്യുക. ഒരു ലൈൻ്റെ മേലെ മറ്റൊരു ലൈൻ വരുന്നു. മേലെ എന്ന് പറഞ്ഞാൽ മുകളിലല്ല കേട്ടോ, മേലാന്ന് ഉദ്ദേശിക്കുന്നത് മുകളിൽ നിന്നല്ല. ഒരു ലൈൻ്റെ മുകളിൽ, എന്താ പറയുക, ഒരു ലൈൻ്റെ ഓൺ എന്ന് പറയില്ല, ഒരു ലൈൻ്റെ മേലെ തന്നെ, അതിൻ്റെ എപ്പുറം തന്നെ, അതുമേ തന്നെ ഒരു ലൈൻ വരുന്നു. അപ്പോൾ എന്താ നമ്മൾ വിളിക്കുന്ന പേരെന്താ? കോയിൻസൈഡ്സ് എന്ന് പറയും. കോയിൻസൈഡ്സ്. ഓക്കെ ആണല്ലോ. ഇനി അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് A1/A2 ഈക്വൽ ടു B1/B2, മൂന്നും ഈക്വൽ ആയിരിക്കും. C1/C2 ആയിരിക്കും. A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1/C2 ആയിരിക്കും. ഇനി ലൈൻസ് ഇൻകൺസിസ്റ്റൻ്റ് ആവുക എപ്പോഴാണ്? സൊല്യൂഷൻ ഇല്ലാത്ത കേസ് നമുക്ക് നോക്കാം. സൊല്യൂഷൻ ഇല്ലാത്ത കേസ് എന്ന് പറഞ്ഞാൽ എന്താടാ? സൊല്യൂഷൻ ഇല്ലാത്ത കേസ് എന്ന് പറഞ്ഞാൽ മക്കളെ, ലൈൻസ് എന്താവുന്നില്ല? ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്താലേ അവിടെ സൊല്യൂഷൻ ഉള്ളൂ അല്ലേ? രണ്ട് ലൈൻസ് ഉണ്ടാവും, രണ്ട് ലൈൻസിനും കൂടെ കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് സൊല്യൂഷൻസ്. അപ്പോൾ സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? രണ്ട് ലൈൻസിനും കൂടെ കോമൺ ആയിട്ട് എന്തില്ല? പോയിന്റ്സ് ഇല്ല എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതും ഇൻ്റർസെക്റ്റിംഗ് ആണോ? അല്ലല്ലോ, കൂട്ടിമുട്ടുന്നില്ലല്ലോ. അപ്പോൾ അവിടെ സൊല്യൂഷൻ ഇല്ല. അവിടെ സൊല്യൂഷൻ ഉണ്ട്. കാരണം എന്താ അറിയോ? ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും രണ്ട് എൻഡ് പോയിന്റ്സ് ഉള്ളതല്ല. അതിങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് രണ്ടറ്റം ഇങ്ങനെ നീണ്ടു പോകുന്നതാണ് ലൈൻ. നമ്മുടെ ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന ചെറിയൊരു ഗ്രാഫില്ലേ, അത് തൽക്കാലം അങ്ങനെ വരച്ചു എന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ആക്ച്വൽ മീനിങ് എന്ന് പറഞ്ഞാൽ ആ ലൈന് രണ്ടറ്റത്തേക്ക് നീണ്ടു പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്ത് രണ്ടറ്റത്തേക്ക് നീളുമ്പോൾ ഒരു സ്ഥലത്ത് കൂട്ടിമുട്ടും അല്ലേ? അപ്പോൾ അതിന് സൊല്യൂഷൻ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സൊല്യൂഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ ലൈൻസ് എന്തായിരിക്കണം? കൂട്ടിമുട്ടാതിരിക്കണമെങ്കിൽ അത് എന്ത് ലൈൻസ് ആയിരിക്കണം? പാരലൽ ലൈൻസ് ആയിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. സോ ലൈൻസ് വിൽ ബി പാരലൽ ആയിരിക്കും. എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ആൻഡ് അവിടുത്തെ റേഷ്യോ എന്താ വരിക? A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1/C2 ആയി കഴിഞ്ഞാൽ ഇതിന് സെയിം ആയിപ്പോയി. എന്നപ്പോൾ അത് വരില്ല. നോട്ട് ഈക്വൽ ടു C1/C2. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ മൊത്തം നമ്മൾ പഠിച്ചു. സിമ്പിൾ അല്ലേ? എല്ലാ കൺസെപ്റ്റും ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. സൊല്യൂഷൻ, രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. രണ്ട് ഇക്വേഷൻസിൻ്റെയും സൊല്യൂഷൻ എന്ന് പറയുന്നത് രണ്ട് ഇക്വേഷനും രണ്ടും ലീനിയർ ഇക്വേഷൻസ് ആണ്. ഒരു ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, രണ്ട് ലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഇക്വേഷൻസിൻ്റെ ഗ്രാഫും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷൻസ് ഉണ്ടാവാതിരിക്കാം. സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും, അതായത് ഇതിന് രണ്ട് ഇക്വേഷൻസിനും കോമൺ ആയിട്ട് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും കൺസിസ്റ്റന്റ് എന്ന് വിളിക്കും. സൊല്യൂഷൻ ഇല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും ഇൻകൺസിസ്റ്റന്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി സൊല്യൂഷൻ ഇല്ലെങ്കിൽ അതെന്ത് ലൈൻസ് ആയിരിക്കും? പാരലൽ ലൈൻസ് ആയിരിക്കും. റേഷ്യോ എന്ന് പറയുന്നത് A1/A2 ഈക്വൽ ടു B1/B2 നോട്ട് ഈക്വൽ ടു C1/C2 ആയിരിക്കും.
ഓക്കെ ആണല്ലോ. ആ കേസിൽ നമ്മൾ 3 റേഷ്യോവും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് മസ്റ്റായിട്ടും. ഓക്കെ, ഇനി സൊല്യൂഷൻ ഉള്ളതിനെ 2 കേസായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒരു സൊല്യൂഷൻ ഉള്ളതും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉള്ളതും. ഒരു സൊല്യൂഷൻ മാത്രമാണ് അവിടെ ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും യുണീക്ക് സൊല്യൂഷൻ. ഒരു യുണീക്ക് സൊല്യൂഷൻ എന്നാണ് പറയാം. അപ്പോൾ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് യുണീക്ക് സൊല്യൂഷൻ. അങ്ങനെയുള്ള കേസിൽ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യും, ഒറ്റ പോയിന്റിൽ കൂട്ടിമുട്ടും. 2 ലൈൻസിനും കൂടെ കോമൺ ആയിട്ട് ഒരു പോയിന്റ് അല്ലേ ഉണ്ടാകാൻ പാടുള്ളൂ. ഒരു പോയിന്റ് കോമൺ ആയിട്ടുള്ളെങ്കിൽ ഒരു സൊല്യൂഷൻ ആണുള്ളത്. ഓക്കെ, അപ്പോൾ 2 ലൈൻസ് കൂടെ ഇന്റർസെക്ട് ചെയ്യും. ഇന്റർസെക്റ്റിംഗ് ലൈൻസ്. ഓക്കെ, ആൻഡ് അവിടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ A1/A2 നോട്ട് ഈക്വൽ ടു B1/B2. അങ്ങനെയുള്ള കേസിൽ നമുക്ക് C1/C2 കാണേണ്ട ആവശ്യമില്ല. C1/C2 എന്തോ ആയിക്കോട്ടെ, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. A1/A2 നോട്ട് ഈക്വൽ ടു B1/B2 ആണെങ്കിൽ A1/A2 B1/B2 തുല്യമല്ല, ഈക്വൽ അല്ല എങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്, വൺ സൊല്യൂഷൻ ആണ്, കൺസിസ്റ്റന്റ് ആണെന്ന് പറയാം. ഇനി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്പെൻഡന്റ് പെയർ എന്ന് വിളിക്കും. ഈ 2 ഇക്വേഷൻസിനും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ ഡിപ്പെൻഡന്റ് പെയർ എന്നാണ് അതിനെ നമ്മൾ വിളിക്കുക. ഇതിന് രണ്ടിനും കൂടെ വിളിക്കുന്ന പേരാണ് ഡിപ്പെൻഡന്റ് പെയർ. ഓക്കെ, അവിടെ ലൈൻസ് വരിക കോയിൻസൈഡ് എത്തുക, ഒരു ലൈൻ്റെ മേലെ തന്നെ മറ്റൊരു ലൈൻ വരും. അതിൻ്റെ റേഷ്യോ വരുന്നത് A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1/C2 ആണ്. കംപ്ലീറ്റ്ലി പഠിച്ചല്ലോ. ദാറ്റ്സ് ഇറ്റ്. സോ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.